പേര് VS ജയകുമാർ. കോട്ടൂർ ദീപാലങ്കാര കൂട്ടായ്മ സംഘാടക സമിതിയുടെ കോർഡിനേറ്ററാണ്. എന്നോടൊപ്പം നമ്മുടെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ VS കൃഷ്ണകുമാറുണ്ട്. ഒപ്പം മീഡിയ കമ്മിറ്റിയുടെ ചെയർമാൻ കോട്ടൂർ B ജയചന്ദ്രനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോട്ടൂരിൽ കഴിഞ്ഞ 12 വർഷക്കാലമായി നടത്തി വരുന്ന കോട്ടൂർ ഇക്കോ ടൂറിസം ഫെസ്റ്റ് ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ നമ്മൾ നടത്തുകയാണ്. കോട്ടൂർ നമുക്കറിയാം ആനപരിപാലന കേന്ദ്രം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനപരിപാലന കേന്ദ്രമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആനപരിപാലന കേന്ദ്രത്തിൻ്റെ അനന്തമായ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞ 12 വർഷക്കാലമായി നടത്തി വരുന്ന ഓണം ടൂറിസം വാരാഘോഷം ഇത്തവണയും വിപുലമായി നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി വിളംബര റാലി മുതൽ മെഗാ ഫ്യൂഷൻ വരെ നമ്മുടെ പ്രദേശത്തെ കലാപ്രതിഭകളുടെ കലാ പ്രോഗ്രാമുകൾ ഉൾപ്പെടെയുള്ള വിവിധമായ പരിപാടികളാണ് നമ്മൾ നടത്തി വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ജനകീയ കൂട്ടായ്മയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. നാട്ടുകാരും ജനപ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരും ഇതിനോടൊപ്പം സഹകരിച്ച് വളരെ വിപുലമായ രീതിയിലാണ് ഇത് നമ്മൾ നടത്തി വിജയിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ എല്ലാം സപ്പോർട്ട് ഇക്കാര്യത്തിലുണ്ട്, നാട്ടുകാരുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി വിജയിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൂടി ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. നാട്ടുകാരുടെ പിരിവ് സമ്പാദിച്ച് പിരിവെടുത്ത് നമ്മൾ ആരുടെ സഹായവും പഞ്ചായത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ യാതൊരു ധനസഹായവും ലഭിക്കാറില്ല. നമ്മൾ ഈ ഗ്രാമപ്രദേശത്ത് പാവപ്പെട്ട സാധാരണ കൂലിപ്പണിക്കാരും ചെറിയ പാവപ്പെട്ടവരും ജീവിച്ചിരിക്കുന്ന ഈ വീടാന്തരം കയറി ഇറങ്ങി പിരിച്ച് എടുക്കുന്ന പൈസയിലാണ് നമ്മൾ ഈ വൈവിധ്യമാർന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ദീപാലങ്കാര കൂട്ടായ്മയുടെ കൺവീനർ എന്ന പേരിൽ എല്ലാവരെയും ഈ കോട്ടൂർ ജംഗ്ഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 13ാമത് എക്കോ ടൂറിസം ഫെസ്റ്റ് കോട്ടൂർ ദീപാലങ്കാര കൂട്ടായ്മയുടെ സഹകരണത്തോടുകൂടി ഈ വരുന്ന സെപ്റ്റംബർ 3-ാം തീയതി മുതൽ 8-ാം തീയതി വരെ വർണ്ണശബളമായ വിവിധങ്ങളായ കലാപരിപാടികളോടുകൂടി നടത്തുവാൻ തീരുമാനിച്ച വിവരമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ഈ പരിപാടി എല്ലാ കലാസ്നേഹികളെയും ഈ ഓണത്തിന് എല്ലാ ദീപാലങ്കാരം കാണുന്നതിനും മറ്റ് കലാപരിപാടികൾ കാണുന്നതിനും അതോടൊപ്പം തന്നെ നമ്മൾ കോട്ടൂർ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട ആന പാർക്കിലെ സഞ്ചാരികൾ, അതുപോലെ തന്നെ മാൻ പാർക്ക് കാണുന്നവർ, നെയ്യാർ ഡാമിലേക്ക് പോകുന്നവർ എല്ലാവർക്കും എല്ലാ പ്രദേശത്തെയും കലാസ്നേഹികളെയും നമ്മൾ കോട്ടൂരേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരെയും വരവേൽക്കാൻ കോട്ടൂര് ഇതിനകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.